ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മളൊരു വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ദൈവം നമ്മളോട് വലിയ കരുണയും നന്മയൊക്കെ കാണിച്ചു. ഇന്ന് തിരുവഴുത്ത് നമ്മളോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, അതിജീവിതയും രാഹുൽ മാങ്കൂട്ടവും ജയിലിന് വെളിയിലും അവർക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ച രാഹുൽ ഈശ്വർ റിമാൻഡിൽ ജയിലിനകത്തും കിടക്കുന്ന ഒരു കാഴ്ച നാം ഇന്ന് കാണുകയാണ്. ഇത് നമുക്ക് തിരുവഴുത്ത് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കുവാനായിട്ട് പോകുന്നത്. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ചില കഷ്ടങ്ങൾ ആവശ്യമില്ലാതെ സഹിക്കേണ്ട ഒരു കാര്യവുമില്ല. എങ്ങനെയൊക്കെയാണ് തിരുവഴുത്ത് പറയുന്നത്? കൊലപാതകനായിട്ടോ കള്ളനായിട്ടോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. എന്നിട്ട് ഒരു വാക്യം കൂടി എടുത്തു പറയുകയാണ്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ദൈവവചനം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മെ സംബന്ധിക്കാത്ത കാര്യത്തിൽ, നാം കക്ഷിയോ മധ്യസ്ഥനോ അല്ലാത്ത ഒരു കാര്യത്തിൽ ചെന്ന് ഇടപെട്ട് നാം കഷ്ടം സഹിക്കുവാൻ ഇടയാകരുത് എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടവും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പോലീസ് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോലീസും കോടതിയും എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിലും ഇടപെടുന്നതിന് പരിമിതികളും ഉണ്ട്. നാം അതിനപ്പുറത്തേക്ക് കയറി ഇടപെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ പലതും നടക്കും. എല്ലാ കാര്യത്തിലും നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് തിരുവഴുത്ത് പറയുന്നത്, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായയുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെയാണ്. നായ ഒരു വഴിയെ പോവുകയാണ്, അതിന്റെ പിന്നാലെ ചെന്ന് അതിന്റെ ചെവിക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? നായ പിടിച്ച് കടിക്കും, ഒത്തിരി കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും, വേദന സഹിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തനിക്ക് തന്നെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലാണ് രാഹുൽ ഈശ്വർ ഇടപെട്ടത്. അത് രാഹുൽ മാങ്കൂട്ടവും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെറ്റുശരികളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാൽ അതിനകത്ത് കയറി ഇടപെട്ട് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി, രണ്ടുപേരും അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു. ഈ രാഹുൽ ഈശ്വറിന്റെ ഭാര്യയും അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു മറുപടി, പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ആരോടൊപ്പമാണ്? അതിജീവിതയ്ക്കൊപ്പമാണോ രാഹുൽ ഈശ്വറിനോടൊപ്പമാണോ, തന്റെ ഭർത്താവായ രാഹുൽ ഈശ്വറിനോടൊപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞാൻ നീതിക്ക് ഒപ്പമാണ്. അവരും കുഴങ്ങിയില്ലേ? തന്റെ കുടുംബത്തിനും അത് പ്രശ്നമായി. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ ഇന്ന് ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മെ സംബന്ധിക്കാത്ത, നാം കക്ഷിയോ നാം മധ്യസ്ഥനോ അല്ലാത്ത ഒരു കാര്യത്തിൽ ചെന്ന് നാം ഇടപെടുമ്പോൾ അതിന് ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ തിരുവഴുത്ത് പറയുകയാണ്, അങ്ങനെ പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടല്ല നാം കഷ്ടം സഹിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുള്ളതാണ്, ചില ആളുകൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അത് പിടിച്ചു മാറ്റാൻ ചെന്ന ആളെ കത്തിക്കൊണ്ട് കുത്തി അയാൾ മരിക്കുവാനിടയായിട്ട് തീർന്ന സംഭവങ്ങൾ, ഒരുപക്ഷെ രണ്ടുപേരും ചേർന്ന് ഈ മധ്യസ്ഥനല്ലാത്ത വ്യക്തി ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കിതൊരു വലിയ മുന്നറിയിപ്പാണ്. നമ്മെ സംബന്ധിക്കാത്ത, നാം കക്ഷിയോ നാം തൽപരനോ അല്ലെങ്കിൽ നാം മധ്യസ്ഥനോ അല്ലാത്ത ഒരു കാര്യത്തിൽ, പരകാര്യത്തിൽ നാം ഇടപെടുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കഷ്ടം സഹിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് തോന്നും, ഒരു ദൈവ പൈതലല്ലേ, ഒരു ദൈവ മകളല്ലേ, ഒരു മകനല്ലേ, അപ്പൊ അവർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഞാൻ കയറി ഇടപെടാമെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അത് നമ്മെ ബാധിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ, അത് നമ്മുടെ സഭയിലുള്ള ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, നമ്മൾ അങ്ങനെ പോയി കാര്യത്തിൽ ഇടപെട്ട് അവസാനം കഷ്ടം സഹിക്കുവാൻ ഇടയായിത്തീരുന്ന തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അത് വഴിയെ പോകുന്ന നായയുടെ ചെവിക്ക് പിടിക്കുന്ന പോലെ ആയിരിക്കും, അതിന്റെ ഫലം ദുരന്തമായിരിക്കും. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ നല്ല മുന്നറിയിപ്പിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ഈ ഭൂമിയിൽ കർത്താവെ ഒരു ക്രിസ്ത്യാനിയായിട്ട് പല നിലകളിൽ കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. എന്നാൽ പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ട് കഷ്ടം സഹിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരാതോടെ ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരൊക്കെ അനുഗ്രഹിക്കണമേ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.